ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡോഗ്സിന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അധിക സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. ആകെ ഇതിൽ വേണ്ടത് ചക്കര കിഴങ്ങും പിന്നെ ഞാൻ എടുത്തുള്ള മത്തനാട്ടോ, പിന്നെ ഒരു ചെറിയ പീസ് ചിക്കനും. ചിക്കൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് എന്താ പറയുക, മണമൊക്കെ അടിച്ചിട്ട് വേഗം കഴിക്കാൻ തോന്നുള്ളൂ. പിന്നെ ഇത് ഹെൽത്തിയാണ്. ചക്കര കിഴങ്ങും മത്തനും പപ്പിക്ക് നല്ലതാട്ടോ, എല്ലാ ഡോഗ്സിനും. അപ്പോൾ ഏതായാലും നമ്മൾ ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തിടുക കേട്ടോ. ചെറുതായി കട്ട് ചെയ്താൽ വേഗം ആവുമല്ലോ വെച്ചിട്ട് അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അത് ഞാൻ ആ വാങ്ങണ കടക്കാരോട് പറഞ്ഞ് പപ്പിക്കുട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെയുള്ള ചെറിയ ചെറിയ ഇതുണ്ടാവില്ലേ ചക്കര കിഴങ്ങ്, അതാട്ടോ എനിക്ക് എടുത്തു തന്നത്. പിന്നെ എടുത്ത് മത്തനാട്ടോ. മത്തൻ എന്താ പറയുക, പഴുത്തതല്ലായിരുന്നു, ഒരു മഞ്ഞ കളറുള്ള മത്തനല്ല, ഒരു പച്ച കളറുള്ള മത്തനായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തിട്ടല്ലാതെ അവൾ കഴിക്കണില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അവൾക്ക് കൊടുക്കുക വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ ഉണ്ടാക്കണേ. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണ കൊടുക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇത് ഒത്തിരി ഇഷ്ടമാട്ടോ. പിന്നെ അതെ ഈ ചെറിയ പീസാട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളൂ, കണ്ടില്ലേ ഇത്ര എടുത്തുള്ളൂ. പിന്നെ ചിക്കൻ കൊടുക്കുന്നവർക്ക് നല്ലതാട്ടോ. പിന്നെ ഇവിടെ ആകെ ചെറിയ പീസ് ഉള്ളതുകൊണ്ട് ഞാൻ അത് മാത്രം എടുത്തുന്നുള്ളൂ. അങ്ങനെ ഞാൻ ചെറുതായിട്ടാട്ടോ അരിഞ്ഞിട്ടാട്ടോ ഉണ്ടാക്കണം. കാരണം എന്ന് വെച്ചാൽ എല്ലായിടത്തും എത്തണ്ടേ. അങ്ങനെ അല്ലെങ്കിൽ അവൾ അത് മാത്രം പെറുക്കിയെടുത്ത് തിന്നുമല്ലോ. പിന്നെ ഒഴിക്കുന്നത് വെള്ളം കേട്ടോ. വെള്ളം നിങ്ങൾക്കറിയില്ല, അത്യാവശ്യത്തിന്. ഇപ്പോൾ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട്, കാരണം ആ വെള്ളത്തിൽ കുഴച്ച് കൊടുത്താൽ വേഗം ദഹിച്ചോളല്ലോ. ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടാട്ടോ കൊടുക്കൽ. പിന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ. നമ്മൾ ഉപ്പും പിന്നെ അങ്ങനത്തെ വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. അവൾക്ക് ഉപ്പും കൊടുക്കാറില്ല, പിന്നെ മധുരം തീരെ കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ ഒരു പപ്പിക്കും കൊടുക്കാൻ പാടില്ല. ഇതിൽ ഞങ്ങൾ ഇതുവരെ കൊടുത്തില്ല. എല്ലാവരും കൊടുക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. ഞാൻ അത് കുക്കറിൽ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കണം. അതായത് 2 വിസിൽ, 1 വിസിൽ മതി. പിന്നെ അവിടെ കിടന്ന് വെന്തോളുമല്ലോ. അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ദേ ഇനി നമുക്ക് വിസിൽ വരാൻ വേണ്ടി കാത്തിരിക്കാം. ആ ടൈമിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ ദേ വിസിൽ വന്നു. 2 വിസിൽ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പിന്നെ വന്ന് ഓഫ് ചെയ്ത്. പിന്നെ ഇത് അതിൻ്റെ എയറൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ഞാൻ തുറന്ന് കണ്ടില്ല, എല്ലാം വെന്തുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചിട്ട് അതിൽ ഞാനൊരു കഞ്ഞിപ്പില ചോറും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. കാരണം ചോറ് അധികം കൊടുക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടു. അപ്പോൾ ഞാൻ ഏതായാലും ഇത്രയും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അധികം ചോറും കൂടെ കൊടുക്കണ്ട വെച്ചിട്ട് ഒരു കഞ്ഞിപ്പില ചോറായിട്ട് ആക്കി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചിട്ടിട്ടാണ് കൊടുക്കണം. വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് കുഴയ്ക്കാൻ വയ്യ. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ നിർത്തണ്ടേ. അങ്ങനെ അവളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവളെ വിളിക്കാം. വിളിക്കേണ്ട ആവശ്യമില്ല, അവളെ മണം കേട്ടാൽ പൊടി വരും. കണ്ടില്ലേ. ഇനി ഞാൻ അവിടെ ഫുഡ് വെച്ച് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി ഈറ്റ് എന്ന് പറഞ്ഞാൽ അവൾ എടുക്കുള്ളൂ, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കണം, അല്ല എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ കാണാൻ നിങ്ങൾക്ക് കണ്ടാ പറഞ്ഞാലേ എടുക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലൊരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ എന്താ പറയുക, ചിക്കനൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബായ്. അവൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇനി പാത്രം ഫുള്ള് ക്ലീൻ ആക്കിയത് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്.